നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം പാലിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബത്തിലെ പ്രായമായ സ്ത്രീക്ക് വർഷം 18,000 രൂപ നൽകും. എല്ലാ കുടുംബങ്ങൾക്കും വർഷം 7 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാക്കും. സോളാർ പാനൽ സ്ഥാപിക്കാൻ 80,000 രൂപ നൽകുമെന്നും തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കും. നൈപുണ്യ വികസനം നൽകിയാവും തൊഴിൽ നൽകുകയെന്നും അല്ലാതെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസ് PDP കുടുംബവാഴ്ച നടത്തി ജനാധിപത്യത്തെ കശാപ്പു ചെയ്തുവെന്നും കാശ്മീരികളെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഉണ്ടായതെന്നും മോദി വിമർശിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജമ്മു കാശ്മീർ മാറിയെന്നും ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കൾക്ക് വിശ്വാസം തിരികെ ലഭിച്ചുവെന്നും മോദി അവകാശപ്പെട്ടു. രാത്രി വൈകിയും തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ജനങ്ങൾക്ക് അവരുടെ വോട്ടാണിതെന്നും അവരുടെ അവകാശമാണെന്നും മാറ്റം വരുമെന്നുള്ള വിശ്വാസം രൂപപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം. 1.5 കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ഈ ഓഫർ സെപ്റ്റംബർ 16 വരെ മാത്രം. രാജകുമാരി ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്.